ഫോക്കസ് ചെയ്തോ. Okay, sir. Sleep. Deeper. നല്ല ഡീപ്പിലോട്ട് പോട്ടെ. അതിൻ്റെ നല്ല ഉറക്കം നല്ല ഡീപ്പിലോട്ട് പോട്ടെ. നേരത്തെ ഉറങ്ങുന്നതിൻ്റെ 10 ഇരട്ടി ഉറങ്ങിക്കോട്ടെ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതാണ്. നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ലോണം ഉറങ്ങി നല്ല ഫീൽഡിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ നമുക്ക് നല്ലോണം അരുൺ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അരുൺ നല്ലോണം ഉറങ്ങുക, നല്ല അടിപൊളിയായിട്ട് ഉറങ്ങുക. അരുൺ നല്ല ഡീപ്പർ more deeper and relax. Body full relax ആവുന്നതാണ്, full relax ആവുന്നതാണ്. ഈ കൈകൾ രണ്ട് താഴോട്ട് വെച്ചോളൂ, ഉറങ്ങിക്കോളൂ. റിലാക്സ്. അത് നല്ലോണം ഉറങ്ങിട്ട് വളരെ ബോഡിയൊക്കെ ഫുള്ള് ഫ്രീ ആയിട്ടുണ്ട്. ബോഡിയൊക്കെ ഫുള്ള് ഫ്രീ ആയിരിക്കും. ഓരോ ബ്രീത്ത് എടുക്കുന്നതായിട്ട് റിലാക്സ്. അത് നല്ലോണം എൻജോയ് ചെയ്തിട്ട് റിലാക്സ്. നല്ലോണം ഉറങ്ങിക്കോളൂ. നല്ലോണം ഡീപ്പിലോട്ട് ഉറക്കുക. ഡീപ്പിലോട്ട് ഉറക്കും. ഡീപ്പിലോട്ട് പോയിട്ട് ഡീപ്പർ. അതുകൊണ്ട് ഞാനിനി സംഖ്യകൾ താഴെണ്ണ. താഴെണ്ണൂറ് എണ്ണം താഴോട്ട് പോകും. അതനുസരിച്ച് ഡീപ്പിങ് ഉറക്കത്തിന്റെ സ്റ്റൈല് കൂടി വരും. അതിന് നല്ല ബോഡിയൊക്കെ നല്ല കൺട്രോൾഡ് ആയിരിക്കും കേട്ടോ. എത്ര ഉറക്കം എത്രയോട്ട് പോയാലും അതിന് ബോഡി കൺട്രോൾഡ് ആയിരിക്കും. ഈ പൊസിഷൻ തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കും. അതിന് നല്ലോണം ഉറങ്ങുന്നുണ്ട്. അരുൺ വെരി ഗുഡ്, വെരി നൈസ്. അരുൺ ഡീപ്പറാണ്. സംഖ്യകൾ താഴെണ്ണ 15, 14, 13, 12. അരുണ് ഞാൻ ഈ എഴുതുന്ന സമയത്തൊക്കെ അരുണ് എന്തുണ്ടാവും, അരുണിന് ഉറക്കം കൂടി വരും. 12, 11, 10, 9, 8. അരുണിന്റെ ഒരുപാട് ഉറക്കം ഭയങ്കര ഡീപ്പിലോട്ട് പോവാണ്. ഡീപ്പിലോട്ട് പോവാണ്. 8, 7, 6, 5, 4, 3, 2, 1. ഡീപ്പറാണ്. നല്ലോണം ഉറക്കത്തിലോട്ട് പോയിട്ടുണ്ട്. അരുണ് ഞാൻ ഇനി അരുണിന് രണ്ട് കാലില് അരുണിന് ഞാൻ കാലിന്റെ അടിയിൽ രണ്ടിടത്തും നല്ല ഫെവിക്കോൾ ഒഴിച്ചിട്ട് അതുപോലെ ഫ്ലെക്സ് സ്റ്റിക്ക് ഒഴിച്ചിട്ട് ഫുൾ ഒട്ടിച്ചിട്ടുണ്ട് അരുണിന്റെ രണ്ട് കാലിലും രണ്ട് അടിഭാഗം. ഇനി അരുണ് എണീക്കാൻ നോക്കുമ്പോൾ കാല് ഒട്ടിയായിരിക്കും. കാല് അരുണിന് പൊക്കാൻ പറ്റില്ല. അരുണ് കാല് ജസ്റ്റ് ഇങ്ങനെ പൊക്കി നോക്കാൻ സാധിക്കില്ല. അരുണിന് ജസ്റ്റ് എണീക്കുമ്പോൾ തന്നെ പൊങ്ങുമായിരിക്കും, എണീക്കാൻ പറ്റും. അതുപോലെ തന്നെ അരുണിന് ഞാൻ ജസ്റ്റ് അരുണിന്റെ അതായത് അരുൺ ഇരിക്കുന്ന കസേരയിൽ നല്ല നല്ലോണം ഗം ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ അരുൺ ഇനി എണീക്കുമ്പോഴത്തേന് ഇനി ഗം നല്ലോണം ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അരുൺ എന്താ വെച്ചാൽ ഇനി എണീക്കുമ്പോഴത്തേന് ഗം കാരണം അതിന് എഴുന്നേക്കാൻ സാധിക്കില്ല. അരുൺ ആ ഒട്ടല് കാരണം കസേര എഴുന്നേക്കാൻ സാധിക്കില്ല. അരുൺ നല്ലോണം ഉറങ്ങുന്നുണ്ട്. നല്ല ഡീപ്പർ. അരുൺ ഇനിയിപ്പോ ഞാൻ വേക്കപ്പ് പറഞ്ഞ് എണീപ്പിക്കും. അരുൺ ഒരു കാരണവശാലും എണീക്കാൻ സാധിക്കില്ല. അരുൺ അപ്പൊ തന്നെ ബോഡി മൊത്തം ഫ്രീ ആണ്. ബോഡി ഫുള്ള് ഫ്രീ ആണ്. അരുൺ എഴുന്നേക്കാൻ സാധിക്കില്ല. അരുണിന്റെ ബോഡിന്റെ വെയിറ്റ് ഒക്കെ പോയ ഒരു ഫീൽ ചെയ്യും. അരുണിന് പശ കാരണം ഭയങ്കര സ്റ്റിഫായിട്ടുള്ള പശയാണ്. എണീക്കുമ്പോഴത്തേന് ഇങ്ങനെ ഒട്ടി നിൽക്കായിരിക്കും. ഓക്കെ, അരുൺ അങ്ങനെയായിരിക്കും. അരുണെ ഓക്കെ, ഞാൻ 1, 2, 3 വേക്കപ്പ് പറയുന്നത് അരുൺ എണീക്കാം. ഓക്കെ, 1, 2, 3 വേക്കപ്പ്. അരുണെ ഇനി എണീക്കുമ്പോൾ നല്ല പശ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അരുണിന് എണീക്കാൻ സാധിക്കില്ല. എണീക്കും തോറും അതിന് സ്റ്റെഫായിരിക്കും. ഒന്ന് എണീക്കാൻ ശ്രമിച്ചു നോക്കുക. ശ്രമിക്കുമ്പോൾ കസേരയിൽ ഇങ്ങനെ ഗം ഒട്ടിച്ചിട്ട് ജസ്റ്റ് കൈകൾ വെച്ചിട്ട് ജസ്റ്റ് ശ്രമിച്ചു നോക്കുക. ശ്രമിക്കുമ്പോൾ പറ്റില്ല. ഗം ഒട്ടിച്ച് വെച്ചു. കാലിന്റെ അടിയിലും സീറ്റിന്റെ അടിയിലും ഗമ്മാണ്. അനങ്ങും തോറും ഗമ്മ് വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രമിച്ചു നോക്കുക. ശ്രമിക്കും തോറും എണീക്കാൻ സാധിക്കില്ല. അരുണ് ശ്രമിച്ചു നോക്ക്. ശ്രമിക്കും തോറും ഗമ്മായിരിക്കും. അരുണൊന്ന് ശ്രമിച്ചു നോക്ക്. ഗം ഇങ്ങനെ വലിയുന്നുണ്ടാവും, വലിഞ്ഞു പിടിക്കുന്നുണ്ടാവും. നടക്കില്ല. അരുണ് ഗമ്മാണ്. വലിയ ഇത് കൊടുക്കണ്ട. അത്യാവശ്യം ഫ്രീ ആയി. ഗമ്മ് നല്ല ടൈറ്റ് ആയിരിക്കും അല്ലേ? ഗമ്മ് നല്ല ഫീൽ ആവുന്നുണ്ട് അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ല ഒരു ഫീൽ ഉണ്ട്. ഓക്കെ, നമുക്കൊന്നുകൂടെ ഫ്രീ ആയിരിക്കും. ഒന്നുകൂടെ റിലാക്സ് ആയാൽ മതി. വളരെ ഫ്രീ ആയിട്ടിരിക്കുക. നല്ല റിലാക്സ് ആയിരിക്കും. കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്നാപ്പ് ചെയ്യുമ്പോൾ സാധാരണ ഇരിക്കുക. കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇതിങ്ങനെ നോക്കും. സ്നാപ്പ് ഇനി ഒന്ന് എൻജോയ് ചെയ്യാറ്. നല്ല ഉഷാറായി. ഗമ്മൊക്കെ പോയിട്ടുണ്ടാവും. നല്ല ഉഷാറായി. എണീറ്റോ? സ്നാപ്പൊക്കെ പോയി. ഉഷാറായി. ജസ്റ്റ് നടന്നു നോക്കിയാൽ സ്നാപ്പ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ല. കണ്ടോ? ഓക്കെ, റിലാക്സ്. ജസ്റ്റ് അതിനിരുന്നു. കുഴപ്പമില്ല. ഇത്രേ ഉള്ളൂ. കണ്ടോ? ഇത് നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന സംഭവമാണ്. നമ്മളങ്ങനെ എൻജോയ്മെന്റിൽ കണ്ടാൽ മതി. ഓക്കെ, ജസ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് ഒരാളെ കാണാൻ പറ്റും. നമ്മൾ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭയങ്കര ഫുട്ബോൾ ഭയങ്കരമായിട്ട് കാണുന്ന ആളാണ് അല്ലേ? ഫുട്ബോൾ ഏത് ടീമാണ് അതിന്റെ ഫേവറേറ്റ് ടീം? അർജന്റീന. മെസ്സി ആയിരിക്കുമല്ലോ അപ്പൊ അല്ലേ? മെസ്സി ആയിരിക്കും അല്ലേ? നമുക്ക് ശ്രമിച്ചു നോക്കാം മെസ്സിനെ കാണാം. പക്ഷെ അരുൺ നല്ലോണം തിങ്ക് ചെയ്യും. അരുൺ എങ്ങനെ കൊണ്ടുവരുന്നു അതിനനുസരിച്ച്